ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പള്ളിക്കൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പള്ളിക്കൽ ബസാറിൽ നിന്ന് കുറച്ച് ഒരു മദ്രസ ബസാർ എന്നാണ് ഈ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വന്നത് സീനത്തിനെ കാണാനാണ്. സീനത്തിന് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. സീനത്തിന് പഠന വൈകല്യമുണ്ട്, അതേപോലെ തന്നെ പക്വത കുറവുണ്ട്, പിന്നെ വളർച്ചക്കുറവാണ്. അതായത് സീനത്തിന് പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്ത് ഉമ്മ മതിയായ ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും പോഷകാഹാരങ്ങളുള്ള ഫുഡ് കഴിക്കാത്തതിൻ്റെയും പേരിൽ അവൾക്കത് ഒരു വളർച്ചക്കുറവ് പോലെ വന്നതാണ്. പ്രഗ്നൻ്റായി നിൽക്കുന്ന എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എന്ത് സാഹചര്യമാണെങ്കിലും നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ വിശ്രമിക്കണം, നല്ല രീതിയിലെല്ലാം ചെയ്യണം. കാരണം ഒരു 10 മാസത്തെ നമ്മുടെ ഇതിനനുസരിച്ചിരിക്കും കുഞ്ഞിൻ്റെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ജീവിതകാലം മൊത്തം ആ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മളത് കാണേണ്ടി വരും. അത് ഭയങ്കര ഒരു അവസ്ഥയാണ്. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാഠങ്ങളുണ്ട്. നമ്മളെ മക്കൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള പാഠങ്ങൾ, അതും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളണം കേട്ടോ. ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മോളുടെ വിശേഷങ്ങളൊക്കെ കാണാം. നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. ഈ കാണുന്നതാണ് സീനത്തിൻ്റെ വീട്. സീനത്തെ, അപ്പോൾ ഇതാണ് കേട്ടോ സീനത്ത്. എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? ഇത് സീനത്തിൻ്റെ ഉമ്മയാണ്. ഉമ്മേൻ്റെ പേരെന്താ? ഫാത്തിമ അല്ലേ? പിടിക്കണ്ട, ഞാൻ പിടിച്ചു തരാം കേട്ടോ. എന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സീനത്ത് എത്ര വരെയാണ് പഠിച്ചത്? പ്ലസ് ടു വരെ പോയിക്കില്ലേ ഉമ്മ? പക്ഷേ ഒക്കെ അതിനുള്ളൊരു അറിവില്ല അല്ലേ എഴുതാൻ? വേറെ ആൾ എഴുതിയതാ പരീക്ഷയൊക്കെ? സ്ക്രൈബ് എഴുതിയാണ് അല്ലേ? അപ്പോൾ ഒക്കെ പഠന വൈകല്യമുണ്ട് അല്ലേ? എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതെ. സീനത്തിന് എത്ര വയസ്സായി? 20 വയസ്സായി അല്ലേ? 22ആയോ? 22ആയി. അതെ. അപ്പോൾ മോളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഓക്കെ. ശരിക്കും അമ്മ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള അമ്മ പറഞ്ഞോളൂ കാര്യങ്ങളൊക്കെ. ഓക്കെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഭക്ഷണക്കുറവോടി കൊണ്ട് വന്നതാണ്. ഒരു വളർച്ചക്കുറവോടി ആയിട്ടുള്ള സമയത്ത് ഞാൻ ഭക്ഷണം കുറഞ്ഞു പോയി. അതിൻ്റെ പണി കഴിയട്ടെ എന്ന് എനിക്കറിയില്ലേനി. പണി കഴിയട്ടെ എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചതിൽ കുട്ടി ഉണങ്ങിപ്പോയി, വയറ്റിലൊന്നും ഉണങ്ങിപ്പോയി. പക്ഷേ കിട്ടൂലെന്ന് പറഞ്ഞതാണ്. ഒന്നുകിൽ ഉമ്മ അല്ലെങ്കിൽ മോള് ബാക്കിയാവൂല അറിഞ്ഞ. ഏതായാലും അൽഹംദുലില്ലാ ഇവിടൊക്കെ എത്തിച്ച് അല്ലാഹു. അതെ. അവളിപ്പം എന്താ ചെയ്യുന്നത്? ഉപ്പ മരിച്ചില്ലേ? നിങ്ങൾക്ക് 2 മക്കളാ? ചെറുപ്പത്തിൽ ഇവള് അറിയില്ല അപ്പ മരിച്ച സമയത്ത് 14 കൊല്ലം. ചെറുതാണ്. മോന് എന്താ ചെയ്യുന്നത്? മോന് ഇപ്പം അങ്ങോട്ട് പോയിന്, അക്കരെ കടന്നു ഗൾഫിൽ പോയിട്ടുണ്ട് അല്ലേ? 24 വയസ്സിൽ. മോക്കിപ്പോൾ 1.5 വയസ്സിൻ്റെ ഒക്കെ മാറ്റമുള്ളൂ പോയിട്ട്. മോക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ വളർച്ചക്കുറവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിറ്റാമിൻസിൻ്റെ എന്താ കുറവ് ഇപ്പോൾ ഉണ്ടോ? ഗുളിക എന്താ ഉണ്ടോ? സ്ഥിരമായിട്ട് കഴിക്കൂല, എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുപോയി കാണിക്കും, അങ്ങനത്തെ അല്ലേ? അല്ല അത് പിന്നെ സാധാ എല്ലാവർക്കും ഉള്ള അല്ലേ? വിറ്റാമിൻസിൻ്റെ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ വിറ്റാമിൻസ് പച്ചക്കറികളൊന്നും കഴിക്കൂല, ഒന്നും കഴിക്കൂല. അതാണ് ഒന്നും കഴിക്കൂല മര്യാദക്ക്. ഓക്ക് മന്തി, ബിരിയാണി, നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെയാണ് ഓക്കെ ഇഷ്ടം. എന്നൊന്നും കിട്ടൂലല്ലോ. അതെ. അപ്പോൾ പിന്നെ ഓക്കെ എന്നാൽ പഠന വൈകല്യവും ഈ വളർച്ചക്കുറവും ചെറിയ പക്വത കുറവാണോ ഉള്ള വിഷയം? വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടോ അവള്? കുറച്ചൊക്കെ ചെയ്യും, മടിയാണ്. കുക്കിംഗ് അങ്ങനൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയും. ഇങ്ങനെ ശരി തുടക്കും, വലുതായിട്ടൊക്കെ ഓൾ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു സഹായം, ഒരു ഹെൽപ്പൊക്കെ വേണം. അത് കാരണമാണ് ഇപ്പോൾ വേറൊരു വീട്ടിൽ പോയാൽ എങ്ങനെയാണെന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ, ബേജാറും ഒരു ഇതും. ഇങ്ങോട്ട് വരുന്ന ആളാണോ വേണ്ടേ? അങ്ങോട്ട് വന്നാൽ ഏറെ നന്നായി. പക്ഷേ അല്ലെങ്കിൽ ഓളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് കബൂലാക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ടല്ലോ. അതെ. ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ശരിയെന്ന് പറഞ്ഞാലിപ്പോൾ ഇതേമാതിരി പക്കലാസൊക്കെ ഒരു കൈക്കും കാലമൊന്നും ഉണ്ടാവരുത് കഴിച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോ കാണലുണ്ട്. ഏകദേശം ഇവളൊക്കെ മാതിരിയുള്ളൊരു ചെറിയ പഠന വൈകല്യോ പക്ഷെ ജോലി ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരാളൊന്നും ആയാൽ നമുക്ക് കുഴപ്പമില്ല അല്ലേ? അതന്നെ. പക്ഷേ രണ്ടാളും ഒരേ മാതിരി എഴുതാനും വായിക്കാനും കുറച്ചൊക്കെ ഒരു എഴുത്തിൽക്കും ഉള്ള ഒരാളാണെങ്കിൽ ഏറെ നന്നായി. അതെ. ഇവൾക്കുള്ള പേരെഴുതി ഒപ്പിടും. പിന്നെ വാട്സപ്പ് മൊബൈലൊക്കെ എല്ലാം ഇംഗ്ലീഷ്. വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കലുണ്ടോ? വോയിസ് മെസ്സേജ് പറഞ്ഞു കൊടുക്കാം. വോയിസ് ആണ് അയക്കുക അല്ലേ? അതെ. മോളുടെ പല്ല് നമുക്ക് ക്ലിപ്പിട്ട് റെഡിയാക്കാനാവൂലേ? അത് കഴിയൂല, മോണം ഒരു ഇതാണ് ലേസം പൊന്തല്.
ആ അതായത് ഒരു പല്ലിൻ്റെ ഇവിടെ ക്ലിപ്പിട്ടാണ് അത് മറ്റേ എടുക്കണ പല്ല പറയണമല്ലോ അത് മറ്റേ ചെയ്യാൻ പറ്റൂലാന്ന് കോളേജിൽ നിന്നൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ആ പല്ല് നമ്മൾ എടുക്കാത്ത പല്ല് വെക്കാൻ കഴിയൂല അറിഞ്ഞു അങ്ങനെ ആ ഒരു പല്ല് ക്ലിപ്പിട്ട് മറ്റേ പല്ല്. അത് ശരി. അപ്പോൾ ഇതൊക്കെ മോളുടെ കണ്ണായാലും ഒരു ചെറിയ കണ്ണാണ് അല്ലേ? അതെ, എത്രയോ കൂടിയാണ്, അതും ഇത്രയൊന്നും ഇല്ലേനി. അതെ, ഇങ്ങനെ വെച്ചപ്പോൾ വലിപ്പം കൂടിയ. തീർച്ചയായും. അപ്പോൾ അത്രയാണ് അവളുടെ കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറഞ്ഞതാണ്. അതിനനുസരിച്ചുള്ള ആളെ നമുക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ട് അല്ലേ അമ്മ? അതെ, ഇൻഷാ അല്ലാഹ്. അതെ, അതന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് പറ്റിയ ഒരാൾ വരണം. അപ്പോൾ ദൂരം നമുക്ക് പ്രശ്നമില്ലല്ലോ അമ്മ അല്ലേ? മലപ്പുറം കോഴിക്കോട് ജില്ല മതി. പോയി വരാനൊക്കെ ഒരാളില്ലല്ലോ. പിന്നെ പോണേനെ നമുക്ക് ഇന്നിട്ടിട്ടൊരു ഇതാണ്, ഭയമാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പം പറയും എനിക്ക് വീട്ടിൽ മതി അല്ലെങ്കിൽ കെട്ടിച്ചേക്കാനാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആൾ നമുക്ക് പറ്റും. കാരണം ഒറ്റക്കൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അങ്ങനെ ഒരു പക്വത കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വരിക. നമുക്ക് എത്ര വയസ്സ് വരെ നോക്കാം? ഒരു 30-32 അല്ലേ? 22 അല്ല ആയത്? 27-28. 30 വരെ നിന്നോട്ടെ. ഇപ്പോൾ ഒരു 8 വയസ്സൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള നമുക്ക് വയസ്സ് 1-2 അല്ല, അവളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ആളെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ മെയിൻ. അല്ലാണ്ട് കല്യാണം എങ്ങനെയോ കഴിഞ്ഞിട്ട് കാര്യമില്ല, നിലനിൽക്കണം അല്ലേ? നോക്കണ ഒരാളാണ്. അതെ, അപ്പോൾ അതാണ്. അതെ, വിട്ടു പോകരുത്. പിന്നെ ആരും ഇല്ല പോകാനും വരാനിപ്പോൾ ഞാനല്ലേ ഉള്ളത്. മോനാണെങ്കിൽ ഇപ്പോൾ പോയിട്ട് മോനും ഇൻഷാ അല്ലാഹ് അതെന്തെങ്കിലും ഒന്ന് ആയിട്ട് വേണം അവനൊന്ന് നോക്കാം. 25-ാം വയസ്സിൽ അവനായി. അതെ, ഇൻഷാ അല്ലാഹ് മോളുടെ പെങ്ങൾക്ക് കല്യാണം വേഗം നടക്കുവാണല്ലോ. എനിക്കൊരു സന്തോഷം ഉണ്ടാവാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരാൾ വരട്ടെ. മോക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ അവള് പറഞ്ഞോ? നോക്കുന്ന ആളാണല്ലേ. പിന്നെ മോള് പുറത്തേക്കൊക്കെ പോവാറുണ്ടോ? ഇടക്ക് പോവും. ഒറ്റക്ക് ബസ്സിന്റെ ബോർഡ് വന്ന് വായിക്കും നോക്കാൻ അറിയില്ലല്ലേ അമ്മ? കണ്ടറിവാ ഏത് ബസ്സും ഇതിലെ പോണേ എല്ലാ ബസ്സും ഇന്ന ബസ് ഇന്ന നേരത്തുണ്ട്, ഇന്ന ബസ് ഇന്ന നേരത്തുണ്ട് ഒക്കെ പറയും. ഏത് ബസ്സാണ് നമ്മളെ എവിടേക്കുള്ളത്, എവിടേക്ക് പോകണമെങ്കിലോ അത് ഇന്ന ബസ്സാ ഓള് കൊണ്ട് പറയും. പിന്നെ മൊബൈൽ ഇതാണ് കൊടുത്താൽ ഇംഗ്ലീഷിൽ വരെ എടുത്ത് തരും, പേരും അതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് തരും, അതൊന്നും പറയണ്ട. ഒക്കെ ഇംഗ്ലീഷിൽ വരെ പേര് കണ്ടെടുത്ത് കോൾ ചെയ്ത് തരും. പിന്നെ ഉമ്മാക്ക് വേറെ പറയാനുണ്ടോ? എനിക്കിപ്പം പറയാനുള്ളത് ഇതന്നെ, ഓളെ സംരക്ഷിക്കണ ഒരാളാവണം എൻ്റെ കാലശേഷം എൻ്റെ കുട്ടിക്കൊരാതി. അതെ, കരയരുത് കേട്ടോ അമ്മ. കേട്ടോക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാ? മോളുടെ കല്യാണം വേഗം റെഡിയാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നിങ്ങളൊക്കെ കണ്ണീര് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ അവളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരട്ടെ. കാരണം ഉമ്മക്ക് അറിയാം, എല്ലാ ഉമ്മമാരും എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ അത്രയും ബേജാറായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കണ്ണീര് തുടക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോക്ക് അനുയോജ്യമായിട്ടുള്ള അവളെ മനസ്സിലാക്കുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പോലെയല്ല, ഇഷ്ടപ്പെട്ട് വരുന്ന ആളെ ഇതിന് പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു വീഡിയോ കണ്ട് സെൻറ്റിമെൻറ്റ്സ് അല്ല ഒരു സഹതാപത്തിൻ്റെ പേരിൽ വരുന്ന ആളൊന്നും നിലനിൽക്കുകയല്ല, അല്ല കുറച്ച് കഴിയുമ്പോൾ ഇടങ്ങാറാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പരിപൂർണമായിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാൾ മാത്രം മുമ്പോട്ട് വരിക. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സീനത്തെ ഹാപ്പി അല്ലേ? അപ്പോൾ നല്ലൊരാൾ സീനത്തിന് വരട്ടെ. പിന്നെ സീനത്തിന് സംസാരിക്കുന്നതിനും എല്ലാത്തിനും ആൾ സ്മാർട്ടാണ് കേട്ടോ. നമ്മളോട് എന്താണ് ചോദിക്കാമെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഉമ്മ ഇങ്ങനെ കരയല്ലോ ഉമ്മ, എന്തിനാ കരയുന്നേ? അന്ന് തുടച്ച് നല്ല ഹാപ്പിയായി നിന്നേ. അപ്പോൾ നല്ലൊരു ഭാവി നല്ലൊരു ജീവിതമൊക്കെ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് വിളിക്കും, അന്വേഷിച്ച് ചെയ്യുക. എല്ലാ വിളിക്കുന്നവരും നല്ലതാവില്ല, ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അവർ നല്ല ആൾക്കാരാണെന്നില്ല. അപ്പോൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യാൻ കേട്ടോ, നല്ലപോലെ അന്വേഷിച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആർക്കും ഓരോ ഫോട്ടോ വീഡിയോ കോൾ അതിനൊന്നും നിൽക്കണ്ട, ഡയറക്റ്റ് വിളിക്കുക, എഴുതി വെക്കുക, പെണ്ണ് കാണാൻ വരുവാൻ പറയുക. അങ്ങനെ ആരെയും വിശ്വസിച്ച് അങ്ങനെ ഇതാവരുത് കേട്ടോ. എൻ്റെ ഫ്രണ്ട് മറ്റേ ഫ്രണ്ട് അങ്ങനെ പലതും പറഞ്ഞ് പലരും വിളിക്കും. എല്ലാം ശ്രദ്ധയോട് കൂടി ഡീൽ ചെയ്യുക കേട്ടോ. അത്രേ ഉള്ളൂ. സീനത്തെ വേറൊന്നും ഇല്ലാലടാ? സീനത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. സീനത്ത് സംസാരിക്കാൻ സ്മാർട്ടാണെന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണ്ടേ? അന്ന് എങ്ങനെയുള്ള പറഞ്ഞോ? ഏത് സ്കൂളാണ് പഠിച്ചേ? പുത്തൂര്.
അവിടെ പിന്നെ 10ാം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചേ? മാൻഡീസ് പഠിച്ച്. എവിടെയായിരുന്നു? ഏത് സ്കൂളായിരുന്നു? പുത്തൂര്. പുത്തൂർ തന്നെയാ 10ഉം +2 ഒക്കെ പഠിച്ചേ? അത് ശരി. അവിടെ എങ്ങനെയാണ് പോകല്? ബസ്സിന്. ആ അത് ശരി, അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ മല. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും കേട്ടോ. സീനത്ത് ഉമ്മയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരിക. അപ്പോൾ ഉള്ള ബുദ്ധിമുട്ടെല്ലാം നമ്മളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം. പക്വത കുറവായാലും പഠന വൈകല്യം ആയാലും പിന്നെ അതേപോലെ ഒറ്റക്കൊരു കാര്യം ചെയ്യാനുള്ള ആ ഒരു വിൽ പവർ ഇല്ല. അതായത് ഒറ്റക്കൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒറ്റക്കൊരു ഫോം പൂരിപ്പിക്കുക, ഒറ്റക്കൊരു കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്യാനുള്ള അങ്ങനെയുള്ളൊരു കഴിവൊക്കില്ല. അതൊക്കെ ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം വരുന്ന പാർട്ട്ണർ കേട്ടോ. ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമില്ല, ജോലി ചെയ്ത് അവളെ നോക്കാൻ പറ്റുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും. അതിനാവശ്യമായിട്ട് ആരും വിളിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ.